മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കോളിഫ്ലവർ വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഫ്രൈഡ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ഞാൻ ഈ ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇലയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നീളത്തിന് വേണം കട്ട് ചെയ്യാൻ. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം മുഴുവനായിട്ട് പോയി കിട്ടും. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. കാശ്മീരി മുളക് പൊടി എരിവ് കുറവാണ്. ഇനി ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ചീരക പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇനി 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. സോയാ സോസ് 1 ടീസ്പൂൺ. ഞാനിവിടെ ഡാർക്ക് സോയ സോസാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ സെയിം പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു കണക്കിന് വെള്ളം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോഴാണ് കോളിഫ്ലവറിൽ ആ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കുന്നത്. മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ച് പോവും. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കുറച്ചായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴാണ് അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഒന്ന് കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് ഈ ഒരു കണക്കിന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറിൻ്റെ മേലിലായിട്ട് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അല്ലാതെ തന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയും ഇത് കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.